Today's resource person, young and energetic Mr. Emmanuel Tom, Dr. Subhash John, Vice Principal, Reverend Father Melvin Devasi, Assistant Manager, and dear colleagues. St. Joseph's College is actively pursuing NAAC accreditation and autonomous status with a long-term goal of potentially transitioning to a university. To facilitate this process, we have established various criteria cells, committees, and clubs. As part of this effort, we are organizing discussions and learning sessions on the National Education Policy 2020, which will undoubtedly provide valuable insights and support in our journey towards achieving these milestones. നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ ചുറ്റുപാടുള്ള സ്ഥാപനമെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനമെല്ലാം അതിൻ്റെ എക്സലൻസ് സെന്റർ ഓഫ് എക്സലൻസ് ആയി മാറി വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളായിട്ട് മാറണമെന്ന് പറയുമ്പോൾ എക്സലൻസിന്റെ ക്വാളിറ്റിയുടെ സ്റ്റാമ്പ് പതിപ്പിക്കുന്ന സംവിധാനം അത് അക്രഡിറ്റേഷൻ NAAC പോലുള്ള ഏജൻസികളാവാം അല്ലെങ്കിൽ UGC. ഇനി UGC നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും ഡയറക്ഷൻസും ആത്യന്തികമായിട്ട് ഇവിടുന്ന് വരുന്നു. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വിശാലമായ ഫ്രെയിമിനുള്ളിൽ നിന്നും പുറപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 5 വർഷമോ 10 വർഷത്തിന് ഇടയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളും അതിൻ്റെ മാറ്റങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളുടെ താഴെത്തട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഡയറക്ഷൻ വരുന്നത്. ഇതിൻ്റെ പാരാമീറ്റേഴ്സാണ് നമ്മുടെ ക്വാളിറ്റിയുടെ മാനദണ്ഡങ്ങളായിട്ട് സ്കെയിലുകളായിട്ട് വരുന്നത് നമുക്കറിയാം. അത് പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന അതിനനുസരിച്ചാണ് നടത്താൻ പറ്റിയ ആളെന്ന് ഞാൻ പറയുന്നത്. ട്രാൻസിഷൻ പീരീഡാണ് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല വലിയ ആ പുതിയ ഞങ്ങളൊക്കെ ഡോക്ടർ സുനിൽ പിന്നെ ഓർമ്മിക്കുന്നു. ഈ ഒരു കോളേജ് ഞങ്ങൾ അംബാസഡർ എന്നൊക്കെ നമ്മൾ മത്സരപൂർവ്വം പറയുമെങ്കിലും അല്ലെങ്കിൽ ട്രംപറ്റ് ടീച്ചേഴ്സ് ആണ്. Professor Emmanuel Tom is an assistant professor in the postgraduate department of physics at Dharmalagiri College, where he has been teaching for the last 10 years. His strong academic background includes first rank achievements in both his BSc and MSc degrees, and he has qualified for NET and GATE. He is actively engaged in research, currently pursuing his PhD in Kannur University, and has authored 5 international publications, 2 books and 2 book chapters. Most importantly for today's topic, Professor Tom is a master trainer for the 4-year undergraduate program FUGP. In this role, he has direct practical experience in training institutions under Kannur University and Pondicherry University. His hands-on experience makes him exceptionally well suited for today's session. Please join me in welcoming Professor Tom. 2030 അച്ചീവ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് 2015 മുന്നോട്ടേക്ക് വെച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ള കാര്യങ്ങളാണ്. 17 എണ്ണം ഉണ്ട്. ഇതിൽ 4ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. 4ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇത് 2015 യുണൈറ്റഡ് നേഷൻസ് പ്രപ്പോസ് ചെയ്തത്. ഇതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ 4ാമത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യുക, എഡ്യൂക്കേഷനിലുള്ള സസ്റ്റൈനബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് 2020 സെൻട്രൽ ഗവൺമെന്റ് ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്, നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി. അപ്പോൾ 4ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് എൻഷുവർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. ഇതായിരുന്നു 4ാമത്തെ ഗോൾ. അപ്പൊ ഇതാണ് NEP-യുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോളിസി മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. NEP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ എഡ്യൂക്കേഷണൽ പോളിസി. നമ്മൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന എഡ്യൂക്കേഷണൽ പോളിസി എന്ന് പറയുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആണ്. 1986 പോളിസി വരുന്നത്. പിന്നീട് അത് മോഡിഫൈ ചെയ്യപ്പെട്ടു 1992. അതിനുശേഷം പിന്നീട് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായും പഠനം ഉറപ്പുവരുത്തുക, സ്കൂൾ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കുക എന്ന് പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് അതിനുശേഷം പിന്നീട് വരുന്നത്. 2020 ജൂലൈ 29 യൂണിയൻ ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്യുന്നത്. ഇത് മാത്രമേ ഇതൊരു പോളിസിയാണ്, ബില്ലോ ആക്ടോ ഒന്നും അല്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ബില്ലോ ആക്ടോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ
രാജ്യസഭയിലോ ലോക്സഭയിലോ ഒന്നും തന്നെ കൈയടിച്ച് പാസ്സാക്കേണ്ടതായിട്ടോ അങ്ങനെയൊന്നുമില്ല. ഭൂരിപക്ഷ അഭിപ്രായം തേടിക്കൊണ്ട് വോട്ടെടുപ്പ് നടത്തി പാസ്സാക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. ഇതൊരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് എന്ത് ചെയ്തു? പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് ഇതിന് അംഗീകാരം കൊടുത്തു. 2020 ഒരു പ്രത്യേകത നമുക്കറിയാം, അത് കോവിഡ് കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതിലും വലിയ കാര്യം ചർച്ച ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് ഇതേപ്പറ്റി കാര്യമായിട്ടുള്ള ചർച്ചകൾ അന്ന് നടന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചില പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. കാരണം ഏതൊരു സംഗതി വരുമ്പോഴും ഇതിന് രണ്ടഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ കുറെ പേരത് വളരെ സ്വീകരിച്ചു. കുറെ പ്രതിഷേധങ്ങൾ അപ്പുറത്തെ ഭാഗത്ത് നടന്നു. പക്ഷെ എങ്കിൽ പോലും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഈ പോളിസിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം തന്നെ NEP-യുടെ ഭാഗമായിരുന്നുവെന്നും ഇതൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പുനർനാമകരണം ചെയ്യണം എന്നുള്ളതായിരുന്നു NEP-യുടെ പ്രധാനപ്പെട്ട സജഷൻസിൽ ഒന്നും. സംഭവിച്ചു കഴിഞ്ഞു. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പേര് മാറി. ഇപ്പൊ നമ്മൾ നോക്കിയാൽ MHRD എന്നല്ലുള്ളത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണുള്ളത്. ഇനി ഈ NEP എന്ന് പറയുന്ന പോളിസി ഡോക്യുമെന്റ് തുടങ്ങുന്നത് തന്നെ ഇതിന്റെ ആദ്യത്തെ ഒരു 2 പേജിൽ പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, IKS. അപ്പോ ഇന്ത്യയുടെ വിക്രംശില, വല്ലഭി തുടങ്ങിയ പ്രാചീന ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അതിനൊക്കെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. ടോപ്പ് വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഒരു യാത്രയാണ് ഈ പോളിസി വിഭാവനം ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ആദ്യം ഡിബേറ്റ് ഉണ്ടായ ഒരു സംഗതി എന്ന് പറയുന്നത്. ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ UGC ഇല്ല, AICT ഇല്ല. ഈ പറഞ്ഞ ഇപ്പൊ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പൊ ലോക്കൽ നിർമ്മിക്കുന്നു. കാരണം വക്കീലന്മാരുടെ എണ്ണം ഇപ്പൊ തന്നെ കൂടുതലാണ്. അതായത് സാച്ചുറേറ്റഡ് ആയി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം വക്കീലന്മാരുടെ എണ്ണം കൂടുതലാണ്. ഇനി 3 കൊല്ലത്തേക്കാണ് പുതിയ ലോ കോളേജുകൾ അനുവദിക്കുന്ന ഫ്രാഗ്മെന്റഡ് സിസ്റ്റം എന്ന് NEP പറയുന്നത്. ഇതാണ് ഏറ്റവും വലിയ ശാപം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവൻ എന്ത് ചെയ്യാം? അടിച്ചു കളയാം, ഒറ്റ സാധനം കൊണ്ടുവരിക. അപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കും. അതായത് ഒറ്റ ക്യാമ്പസിലെല്ലാം എന്നുവെച്ചാൽ നമ്മളിപ്പം ഇതിൽ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് IIT ഷുഡ് ഡെവലപ്പ് ടു മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ IIT-യുടെ പ്രത്യേകത എന്താ? പണ്ട് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് സയൻസ് ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ സയൻസ്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ്, ആർട്സ് അവിടെ ഇല്ലാത്ത എന്താ ഉള്ളത്? എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു IIT മുംബൈയിൽ ഒരു 1 വീക്ക് ട്രെയിനിങ് പ്രോഗ്രാമിന് പോയി. IIT മുംബൈയിൽ ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഇവിടെ എല്ലാം ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ IIT എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് സയൻസ് മാത്രമേ. കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും അവിടെയും എന്തുണ്ട്? ഈ സിസ്റ്റം നിലവിലുണ്ട്. വളരെ ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് പോകുന്ന സിസ്റ്റം ഉണ്ട്. BTech കമ്പ്യൂട്ടർ സയൻസും പിന്നെ ബാച്ചിലർ ഓഫ് ഡിസൈനും കൂടി ഒന്നും ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ക്യാമ്പസായിട്ട് മാറും. IIT-യെ പോലും ആ രീതിയിലേക്കാണ് അവർ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് ഇതിനൊന്നും തമ്മിൽ ബൗണ്ടറികൾ ഉണ്ടാവും. പ്രത്യേകം പറഞ്ഞ സാധനം സയൻസ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ബൗണ്ടറി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എന്തൊരു അതിൽ PhD ഒക്കെ ഉള്ളവര് ഒരു 3-4 പേരുണ്ടെന്ന് വിചാരിക്കുക. നെറ്റ് ഹോൾഡേഴ്സ് ഒരു 10-12 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 4 ഇയർ UG നമ്മൾ 4th ഇയറിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും ഇങ്ങനെ ക്വാളിഫൈഡ് ആയവർ വേണ്ട വരുമോ? എങ്ങനെയാണത്? വാട്ട് ഈസ് ഇറ്റ് ലൈക്ക്? കാരണം നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വരുന്നത് കുറച്ച് റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെയാണ് സിലബസിൽ കാണുന്നത്. ഓക്കെ, ബേസിക്കലി 4th ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഡിഗ്രി മാത്രം ഉണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് 4ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ PG പഠിപ്പിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതൊരു പ്രശ്നം വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി അതേസമയം എക്സിസ്റ്റിംഗ് PG ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും ഇതിനകത്ത് ഉണ്ടാവണമെന്നില്ല. പിന്നെ സാറ് പറഞ്ഞ ഈ ക്വാളിഫൈഡ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ 4th ഇയറിൽ ഈ പ്രോഗ്രാം 2 തരത്തിൽ. അപ്പോൾ ഈ ഒരു ചടങ്ങിൽ നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പള് അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന സാറിന് എൻ്റെ പേരിലും അക്കാഡമിക് ഫോറത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സുഭാഷ് സാറിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ ഉണ്ടായിരുന്ന കോളേജിൻ്റെ